ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് വെറൈറ്റി ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഏതൊക്കെ ടൈപ്സ് വരുന്നത് നമ്മൾ പറഞ്ഞതാണ്. കുറേ കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡായി ഇരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടിങ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈപ്സ് നമുക്ക് പാരലൽ കമ്പ്യൂട്ടിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അതുപോലെ തന്നെ ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്, അങ്ങനെ കുറച്ച് കമ്പ്യൂട്ടിങ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു ടൈപ്പ് വരുന്നതാണ് പാരലൽ കമ്പ്യൂട്ടിങ്. പാരലൽ കമ്പ്യൂട്ടിങ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് സീരിയൽ കമ്പ്യൂട്ടിങ് എന്താണെന്ന് പഠിക്കാം. അതായത് ട്രഡീഷണലി പണ്ട് മുതലേ നമ്മളുടെ സോഫ്റ്റ്വെയർസൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്ത് വരുന്നത്, ഒരു സീരിയൽ കമ്പ്യൂട്ടേഷൻ വഴി ആണ് ഫോളോ ചെയ്തിരുന്നത്. അതായത് നമ്മുടെ വലിയൊരു പ്രോബ്ലത്തെ കുഞ്ഞു പാർട്സ് ആക്കിയിട്ട് ബ്രോക്കൺ ചെയ്യുന്നു. എന്നിട്ട് ഒരൊറ്റ CPU ഉണ്ടാവും, അല്ലെങ്കിൽ ഒരൊറ്റ സെർവറോ എന്തെങ്കിലും ഉണ്ടാവും, ഒറ്റ പ്രോസസ്സർ ഉണ്ടാവും. ആ പ്രോസസ്സറിലേക്ക് ഈ ബ്രോക്കൺ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സിംഗിൾ യൂണിറ്റ് ഓഫ് പ്രോസസ്സിനെയും സിംഗിൾ യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയും എന്ത് ചെയ്യും, ഓരോന്ന് പ്രോസസ്സറിലേക്ക് വിടുന്നു അല്ലേ. എന്തായിരുന്നു, വലിയൊരു പ്രോബ്ലത്തിന് ആദ്യം കുഞ്ഞു സ്മോൾ യൂണിറ്റ്സ് ആക്കി കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ആക്കുന്നു. ഇതിവിടെ ഫിഗർ 11.2 പറയുന്നുണ്ട്. ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് ആക്കാണ്. T1, T2, T3 എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ആക്കുന്നു. ഒരൊറ്റ പ്രോസസ്സർ CPU ഉണ്ടാവും, അതിലേക്ക് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും വിടും. ഇപ്പോൾ T1 ആണ് CPUയിലേക്ക് കയറിയെങ്കിൽ അത് പ്രോസസ്ഡ് ആവും. അത് കഴിഞ്ഞ് അതിന് ശേഷം T2 കയറും, അതിന് ശേഷം T3 കയറും, അങ്ങനെ ഓരോന്ന് കയറും. അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ അവിടെ വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് സീരിയൽ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ സീരിയൽ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ അതിൻ്റേതായിട്ടുള്ള സമയമാണ് എടുക്കുന്നത്. അതിന് ശേഷമേ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോസസ്ഡ് ആവുന്നുള്ളൂ. ഓരോന്നും ഇതുപോലെ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആവുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പാരലൽ കമ്പ്യൂട്ടിങ് വന്നിട്ടുള്ളത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫിഗർ ഇവിടെ വന്നിട്ടുണ്ട്, ഫിഗർ 11.3. ഇതിലെന്താണ്, നമ്മളുടെ ആ ഒരു പ്രോബ്ലത്തിനെ കുഞ്ഞ് ഡിസ്ക്രിറ്റ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് പാർട്ടാക്കിയിട്ട് മാറ്റും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെയും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പാർട്സ് ആക്കിയിട്ട് അവിടെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്സിനെയും സെപ്പറേറ്റ് പ്രോസസ്സറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സിങ്ങിനായിട്ട് വിടുന്നത്. അപ്പോൾ അറ്റ് എ ടൈം അവിടെ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് പാരലൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Parallel computing is a form of computation in which many calculations are carried out simultaneously, operating on the principle that large problems can often be divided into smaller ones, which are then solved concurrently. എന്താ പറയുന്നത്, പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരുപാട് കാൽക്കുലേഷൻസ് അറ്റ് എ ടൈം ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രോസസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വലിയ പ്രോബ്ലത്തിനെ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. പിന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസിനും അവിടെ സെപ്പറേറ്റ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ മെമ്മറി ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നതാണ്, ഓരോ പ്രോസസ്സേഴ്സും ഷെയർ ചെയ്യുകയാണ്. അതായത് ഫിഗർ 11.4 കാണുന്നുണ്ട് മെമ്മറി ഷെയറിങ് ഇൻ പാരലൽ പ്രോസസ്സിങ്. ഒരുപാട് പ്രോസസ്സേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരുപാട് പ്രോസസ്സേഴ്സും ഒരു മെമ്മറീനെ അവിടെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതാണ് പാരലൽ കമ്പ്യൂട്ടിങ്. അപ്പോൾ എക്സാമിന് സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടേബിൾ 11.1 തന്നിട്ടുണ്ട് സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിങ്ങും. നമുക്ക് നോക്കാം. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ പറയുന്നത് എ സിംഗിൾ പ്രോസസ്സർ ഈസ് യൂസ്ഡ്, ഒരൊറ്റ പ്രോസസ്സർ മാത്രമേ ഉള്ളൂ. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആർ യൂസ്ഡ് വിത്ത് ഷെയർഡ് മെമ്മറി. ഒന്നിലധികം പ്രോസസ്സേഴ്സും ഷെയർഡ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ എ പ്രോബ്ലം ഈസ് ബ്രോക്കൺ ഇൻ ടു എ ഡിസ്ക്രിറ്റ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ആ ഒരു പ്രോബ്ലത്തിനെ ഡിസ്ക്രിറ്റ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അവിടെ ബ്രോക്കൺ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ പറയുമ്പോൾ എ പ്രോബ്ലം ഈസ് ബ്രോക്കൺ ഇൻ ടു ഡിസ്ക്രിറ്റ് പാർട്ട് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് കൺകറൻ്റ്ലി. ഓരോ പാർട്ടുകളാക്കിയിട്ട് മാത്രമേ അവിടെ മാറ്റുന്നുള്ളൂ.
നെക്സ്റ്റ് സീരിയലിൽ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി വൺ ആഫ്റ്റർ അനദർ. ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോന്നിന് ശേഷമാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പാരലൽ കമ്പ്യൂട്ടിങ്ങിലോ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഈച്ച് പാർട്ട് എക്സിക്യൂട്ട് സൈമിൾട്ടേനിയസ്ലി ഓൺ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഓരോ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ നിന്നും ഓരോന്നും വന്ന് ഡിഫറെൻറ്റ് പ്രോസസ്സറിലേക്ക് പോയി അത് അറ്റ് എ ടൈം ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് അവിടെ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് സീരിയലിൽ ഓൺലി വൺ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഓൺ എ സിംഗിൾ പ്രോസസ്സർ അറ്റ് എനി മൊമെൻറ്റ് ഓഫ് ടൈം. ഒരു സമയം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഒരു പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. പാരലലിലേക്ക് വരുമ്പോൾ മോർ ദാൻ വൺ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഓൺ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് അറ്റ് എനി മൊമെൻറ്റ് ഓഫ് ടൈം. ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിലായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് രണ്ടിൻ്റെയും ഡിഫറൻസ് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമായിട്ട് തന്നെ എഴുതാൻ പറ്റും. ഇനി പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. In parallel computing environment, even when one or more nodes fail, the whole system will work with reduced performance. It is called fault tolerance. അതായത് ഇപ്പോൾ പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ എൻവയോൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു നോഡ് ഫെയിൽ ആയാലും എന്താണ് നമ്മുടെ അവിടെ കമ്പ്യൂട്ടേഷൻ അത് ബാധിക്കുന്നില്ല. കാരണം മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സും മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസും നമുക്കുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നോഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു പോയാൽ തന്നെ നമ്മുടെ ആ പ്രോസസ്സിങ് അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഈച്ച് യൂസർ ക്യാൻ ഷെയർ ദ കമ്പ്യൂട്ടിംഗ് പവർ ആൻഡ് സ്റ്റോറേജ് റിസോഴ്സസ് ഇൻ ദ സിസ്റ്റം വിത്ത് അതർ യൂസേഴ്സ്. ഒരു യൂസറിൻ്റെ സ്റ്റോറേജ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു യൂസറിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടിംഗ് സെവറൽ ടാസ്ക്സ് to different nodes can help sharing of load to the whole system. It is called load sharing. അതായത് ഒരു ഇപ്പം ടാസ്കുകൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല നോഡുകളിലേക്കും കൊടുക്കുന്നത് മൂലം ഒരു സിസ്റ്റത്തിന് വരുന്ന അത്രയും വലിയൊരു ലോഡിങ് അവിടെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് ലോഡ് ഷെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോഡ് ഷെയറിങ് ഉള്ളതും ഒരു അഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് പറയുന്ന അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് ഈസിലി എക്സ്പാൻഡബിൾ. ഇറ്റ് ക്യാൻ സ്കെയിൽ ടു ലാർജ് എക്സ്റ്റെൻറ്റ്. എക്സ്പാൻഡബിൾ ആണ്, അതായത് നോഡുകളുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത് കൊണ്ട് തന്നെ അതും ഒരു അഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. പാരലൽ ആപ്ലിക്കേഷൻസ് ആർ മച്ച് മോർ കോംപ്ലക്സ് ദാൻ കറസ്പോണ്ടിങ് സീരിയൽ ആപ്ലിക്കേഷൻ. സീരിയലിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് പാരലലിന് ഉണ്ട്, നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റിയും അവിടെ കൂടുതൽ തന്നെയാണ്. നെക്സ്റ്റ് ഉള്ള ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എ പ്രോഗ്രാം മേ റൺ ഓൺ വൺ മെഷീൻ ബട്ട് വെൻ പോർട്ടഡ് ടു എ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ഓർഡർ ടു അലോ ദ പ്രോഗ്രാം ടു റൺ പ്രോപ്പർലി. ഇപ്പോൾ ഒരു മെഷീനിലെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്കത് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഈ പ്രോഗ്രാംസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള കോൺഫിഗറേഷൻസൊക്കെ ആ കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജാണ്. അപ്പോൾ പാരലൽ കമ്പ്യൂട്ടിങ് നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കമ്പ്യൂട്ടിംഗ് ആണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ്, അതിൽ മൊബൈൽ ഫോൺസ് ഉണ്ടാവാം, ടെലസ്കോപ്സ് ഉണ്ടാവാം, ഡിഫറെൻറ്റ് സെർവേഴ്സ്, ഡെസ്ക്ടോപ്സ്, ലാപ്ടോപ്സ്, എല്ലാ ടൈപ്പ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസും ഒരു പവർഫുൾ കമ്പ്യൂട്ടറിലേക്ക് എല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഗ്രിഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ വേൾഡ് ഇൻ വിച്ച് കമ്പ്യൂട്ടേഷണൽ പവർ ഈസ് റെഡിലി അവൈലബിൾ ലൈക്ക് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് സ്പീഡ് കൂടുതലാണ് അല്ലേ. അതുതന്നെയാണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആ ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എത്രയും വലിയ കോംപ്ലക്സ് പ്രോബ്ലം ആണെങ്കിലും ഇത്രയും ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് എല്ലാം അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അത്രയും സ്പീഡപ്പായിട്ട് നമ്മുടെ എത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു തരും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കോംപ്ലക്സ് പ്രോബ്ലംസ് നമുക്ക് ഷോർട്ട് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി കൂടുതലായിട്ടും ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്ന മേഖലകൾ ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വെതർ ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, ഈ മേഖലകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്ത് വരുന്നത്. നമുക്കിനി അഡ്വാൻറ്റേജസും
ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസിൽ പറയുന്നത് ഗ്രിഡ്സ് ആർ കാപ്പബിൾ ടു സോൾവ് ലാർജർ മോർ കോംപ്ലക്സ് പ്രോബ്ലംസ് ഇൻ എ ഷോർട്ട് ടൈം. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും എത്ര കോംപ്ലക്സ് പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് മേക്സ് ബെറ്റർ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർസിനെ പെട്ടെന്ന് നല്ല ബെറ്റർ യൂസാണ് നമുക്ക് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് വഴി നമുക്ക് പറ്റുന്നത്. അതുപോലെ സ്കെയിലബിളാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ലാപ്ടോപ്സോ ഡെസ്ക്ടോപ്സോ എന്ത് വേണമെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധ്യമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ the interconnection between computers is slower, therefore affects processing speed. ഇപ്പം ആ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ ആ ഒരു പവർഫുൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് എല്ലാ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുമ്പോൾ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഷോർട്ട് ടേമിൽ പെട്ടെന്ന് തന്നെ അവിടെ കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷേ കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ അവിടെ സ്ലോവറാണ്. അതായത് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അതിലേക്ക് വരുമ്പോൾ അവിടെ സ്പീഡ് കുറച്ച് സ്ലോവറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. പ്രോസസ്സിംഗ് സ്പീഡ് കുറവായിട്ട് വരുന്നത് കാണാം. പിന്നെ വരുന്നത് ലൈസൻസിങ് ഇഷ്യൂസ് അക്രോസ് ഡിഫറെൻറ്റ് സെർവേഴ്സ് ഓർ കമ്പ്യൂട്ടേഴ്സ് മേ എഫക്റ്റ് വർക്കിംഗ് ഓഫ് സർട്ടൻ ആപ്ലിക്കേഷൻസ്. എന്തെങ്കിലും സെർവേഴ്സിൻ്റെയോ കമ്പ്യൂട്ടേഴ്സിൻ്റെയോ ലൈസൻസിങ് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ഫുൾ ആപ്ലിക്കേഷൻ അത് ബാധിക്കും. അപ്പോൾ ഇത്രയാണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്. ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും സ്റ്റോറേജ് ഡിവൈസസും എല്ലാതും ഒരുമിച്ച് ലിങ്ക് ചെയ്തുകൊണ്ട് ഒരൊറ്റ സിംഗിൾ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനെയാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഇസ് എ ഫോം ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ് എക്സെട്ര ആർ ലിങ്ക്ഡ് ടുഗെദർ so that they can work like a single computer. അപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ കുറച്ചധികം ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ സ്റ്റോറേജ് ഡിവൈസസും അതിൻ്റേതായിട്ടുള്ള റിസോഴ്സുകളും എല്ലാം കണക്റ്റഡായിട്ട് എല്ലാം ലിങ്ക്ഡായിട്ട് ഒരൊറ്റ സിംഗിൾ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? കുറച്ചുകൂടിയും പവർഫുള്ളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? കുറച്ചുകൂടിയും സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അത്രയും റിസോഴ്സസ് നമുക്കുണ്ട്. സ്റ്റോറേജ് ഡിവൈസസും എല്ലാ ഡിവൈസസും ലിങ്ക്ഡായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോസസ്സിങ് സ്പീഡ് കൂട്ടാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ക്ലസ്റ്റർ പ്രൊവൈഡ്സ് കമ്പ്യൂട്ടേഷണൽ പവർ ത്രൂ പാരലൽ പ്രോസസ്സിങ്. പാരലൽ പ്രോസസ്സിങ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ മുന്നേ പഠിച്ച ആ ഒരു സംവിധാനമല്ലേ, അതിലൂടെയാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോൾ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, അതായത് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് പൊതുവെ നമുക്ക് പ്രോസസ്സിങ് കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് അവൈലബിലിറ്റി, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം എന്തെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് എൻറ്റയർലി അത് ബാധിക്കുന്നില്ല. അപ്പോൾ കാരണം എല്ലാം ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവൈലബിലിറ്റി ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെയുള്ളതാണ് സ്കെയിലബിലിറ്റി, അതായത് അഡീഷണലായിട്ട് അതിലേക്ക് ഡിവൈസസ് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായതുകൊണ്ട് തന്നെ സ്കെയിലബിലിറ്റി ഒരു അഡ്വാൻറ്റേജാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ പറയുന്നത് പ്രോഗ്രാമബിലിറ്റി ഇഷ്യൂസ്. ഇപ്പം പല സോഫ്റ്റ്വെയർസാണ് പല കമ്പ്യൂട്ടേഴ്സിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ഉണ്ടാവാൻ ചാൻസുകളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം ഇൻ്റർലിങ്ക്ഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും ഒരേ കോൺഫിഗറേഷൻസും കാര്യങ്ങളും ആയിരിക്കണം അല്ലേ? അല്ലാതെ എന്തെങ്കിലും അവിടെ ഓരോന്നിൽ വല്ല സോഫ്റ്റ്വെയർസ് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ അത് ബാധിക്കും. പിന്നെയുള്ളതാണ് പ്രോബ്ലം ഇൻ ഫൈൻഡിങ് ഫോൾട്ട്. എല്ലാ സ്റ്റോറേജ് ഡിവൈസുകളും കമ്പ്യൂട്ടേഴ്സും എല്ലാം ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് കമ്പ്യൂട്ടിംഗ് ടൈപ്പാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേർഡായിരിക്കും ക്ലൗഡ് അല്ലേ? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു
ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഇൻ്റർനെറ്റിൽ ഒരു റിമോട്ട് സെർവർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ ഡാറ്റാസും ആ ഒരു ക്ലൗഡ് സ്റ്റോറേജിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റിമോട്ട് സെർവറിലായിരിക്കും നമ്മുടെ ഡാറ്റാസും എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ അപ്ലിക്കേഷൻസിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഡാറ്റാസ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കമ്പ്യൂട്ടർ പോയി എടുക്കാണ്ട് എന്താണ് ആ ക്ലൗഡിലുള്ള ആ ഒരു സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് എടുക്കുകയും അതിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് എൻ എമേർജിംഗ് computing technology that uses the internet and central remote servers to maintain data and applications. അതായത് ക്ലൗഡായിട്ട്, അതായത് വിർച്വലി അവിടെ ഒരു എന്താണ് ഇൻ്റർനെറ്റിൽ ഒരു സെർവറുണ്ട്. ആ സെർവറിലേക്ക് നമ്മളുടേതായിട്ടുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുകയും അതിൽ നിന്ന് ആക്സസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിനെയോ ആ ഒരു സ്റ്റോറേജ് ബാധിക്കുന്നില്ല. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് വലിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയാവുന്നൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇമെയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇമെയിലിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് മെയിൽസ് വരുന്നു, നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് വേറൊരാൾക്ക് അത് സെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ, കണ്ടൻറ്റുകൾ സെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഇമെയിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് വരുന്ന മെസ്സേജുകളോ കാര്യങ്ങളോ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർഡ് ആവണില്ല അല്ലേ. അത് ക്ലൗഡായിട്ട് ഒരു ഇൻ്റർനെറ്റിലെ ഒരു സെർവറിലാണ് സ്റ്റോർഡ് ആയിട്ടുള്ളത്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇമെയിൽസ് ആ ക്ലൗഡിൽ നിന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ക്ലൗഡിൽ നിന്ന് നമുക്കത് കിട്ടുകയും നമ്മളിപ്പോൾ ഒരു സെൻറ്ററിലേക്ക് അത് അയക്കുമ്പോൾ അത് ക്ലൗഡ് വഴിയൊക്കെയാണത് പോണത്. അപ്പോൾ നമ്മുടെ ഇമെയിൽ എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതൊരു വെബ് ബേസ്ഡ് ഇമെയിൽസ്, ഇപ്പം നമുക്ക് ഇമെയിൽ സർവീസുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, വെബ് ബേസ്ഡ് ഇമെയിൽ സർവീസായിട്ട് യൂസ് ചെയ്യുന്നത് യാഹൂ, ജിമെയിൽ, ഔട്ട്ലുക്ക് എന്നൊക്കെ പറയുന്ന ഓരോ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് അല്ലേ. ഇവരൊക്കെ എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ ജിമെയിലൊക്കെ പറയുന്ന അതിൻ്റെ ക്ലൗഡിലാണ് നമ്മളുടെ ഇമെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റോർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഫിഗർ 11.7 ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ്, പ്ലാറ്റ്ഫോംസ്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരു ക്ലൗഡായിട്ടിരിക്കുന്നുണ്ട്. ഈ ക്ലൗഡിലേക്ക് ആയിരിക്കും നമ്മുടെ ലാപ്ടോപ്സോ മൊബൈൽ ഫോൺസോ ഡെസ്ക്ടോപ്പോ എന്ത് വേണമെങ്കിലും ആ ക്ലൗഡിൽ പോയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റാസ് വെച്ച് ചെയ്തെടുക്കുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കമ്പ്യൂട്ടിംഗ് ടൈപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പല വെറൈറ്റീസ് പഠിച്ചു. പാരലൽ കമ്പ്യൂട്ടിങ്, അതുപോലെ തന്നെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്, ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം.